കുറെ നാളുകൾക്ക് മുമ്പ് FFPL, FFWS തുടങ്ങിയ ഈവന്റുകളിൽ നമുക്ക് റെഡിയും കൂടി ലഭിച്ചിരുന്നു. ആ ഒരു ഈവന്റിൽ ഗ്ലൂ വാളിന്റെ സ്കിന്ന്, ഗണ്ണിന്റെ സ്കിന്ന്, ഇമോട്ട് തുടങ്ങിയ റിവാർഡ്സുകളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത് കേൾക്കാൻ നേരത്തെ കുറച്ച് പ്ലേയേഴ്സ് വിചാരിക്കും ഇതൊക്കെ പഴയ ഈവന്റ് അല്ലേ ബ്രോ, എന്തിനാണ് ബ്രോ ആ ഈവന്റിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഈവന്റിനെ കുറിച്ച് വീണ്ടും പറയാൻ സമയമായിരിക്കുകയാണ്. കാരണം FFWS ഈവന്റ് സ്റ്റാർട്ട് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സർവറിൽ റെഡിയും കൂടി നൽകാൻ പോകുന്നുണ്ട്. ഇപ്രാവശ്യം എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്, പിന്നെ അത് മാത്രമല്ല എന്നായിരിക്കും ഈ FFWS ഈവന്റ് സ്റ്റാർട്ട് ആവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് OB37 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും MB40, M10 പിന്നെ UMB തുടങ്ങിയ ഗണ്ണുകൾക്കൊക്കെ നമുക്ക് ചിപ്പ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്ന ഗണ്ണുകളൊക്കെയാണ് ഇനി ഗൈസ് വരാൻ പോകുന്നത്. ചിപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ചിപ്പൊക്കെ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ മറക്കാതെ ആ ബെല്ലൈക്കൺ അമർത്തിയേക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ചിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഗണ്ണുകളൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ ഗെയിമിലൊക്കെ സഹായിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഗണ്ണുകളൊക്കെയാണ്. കഴിഞ്ഞ അപ്ഡേറ്റിൽ നമുക്ക് സ്കാർ വന്നിരുന്നു. അതുപോലെ തന്നെ OB37 അപ്ഡേറ്റിൽ ഒരുപാട് ഗണ്ണുകളൊക്കെ ആടാവുന്നുണ്ട്. ആ ഗണ്ണുകളൊക്കെ നമുക്ക് ചിപ്പ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പവർ കൂട്ടും. ആദ്യം അറിയാൻ സാധിച്ച് നമുക്ക് M1040 ഗൈസ്, ഈ ഒരു ഗണ്ണിന് നമുക്ക് എല്ലാവർക്കും ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗണ്ണാണ് M80. അപ്പോൾ M80ക്ക് നമുക്ക് ഇനി മുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ചിപ്പൊക്കെ വെച്ചിട്ട്. ഇനി മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് M80 വെച്ചിട്ട് ചിപ്പൊക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് 2 ഷൂട്ട് ചെയ്താൽ മതിയാവും. നമുക്ക് എനിമിയൊക്കെ നോക്കാവുന്നതായിരിക്കും. കാരണം മാക്സ് ലെവലൊക്കെ ആകുമ്പോൾ പവർ എന്തായാലും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാക്സ് 7ൽ നമുക്ക് ഇനി മുതൽ ചിപ്പ് ഘടിപ്പിക്കാൻ സാധിക്കും, ചിപ്പ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മാക്സ് 7 ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഗണ്ണാണ്, ഒരു ഷോർട്ട് ഗണ്ണാണ്. കഴിഞ്ഞില്ല എല്ലാവരും ഉപയോഗിക്കുന്ന മെയിൻ ഒരു ഗണ്ണാണ് MB40. അപ്പോൾ നമുക്ക് MB40ക്ക് ഇനി മുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ലെവൽ 3 ചിപ്പൊക്കെ ഇട്ടിട്ട് MB40ക്ക് ഒന്ന് കുത്തിപ്പിടിച്ചാൽ വേറെ ലെവലായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല, മാസ് പവർ ആയിരിക്കും. MB40 കൊണ്ട് കഴിഞ്ഞില്ല ഗൈസ്, നമുക്കിനി UMB നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചിപ്പൊക്കെ വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ലെവൽ 3 ഒക്കെ ആക്കിയാൽ വേറെ ലെവലായിരിക്കും. അത് മാത്രമല്ല, എനിമിയുടെ കയ്യിലൊക്കെ ഇനി ഗണ്ണ് കിട്ടിയാൽ വേറെ ലെവലായിരിക്കും, നമ്മൾ പെട്ടെന്ന് നോക്കാവുകയും ചെയ്യും. അപ്പോൾ അറിഞ്ഞു വെക്കുക, OB37 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഗണ്ണുകൾക്കൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും, ചിപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് പവർ ആക്കാൻ സാധിക്കും. നമുക്കിനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകാം. എന്താണ് ബ്രോ, FFWS ഈവന്റ് വീണ്ടും വരുന്നുണ്ടോ? അതായത് നമുക്കിനി മുതൽ എന്തായാലും കൺഫേം ആയിരിക്കുകയാണ്. നമുക്ക് ഈ മാസം തന്നെ നമുക്ക് ഗ്ലൂ വാളിന്റെ സ്കിന്, നമുക്ക് ഇമോട്ട് തുടങ്ങിയ റിവാർഡ്സുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ മാസം തന്നെ നവംബർ മാസത്തിൽ നമുക്ക് നമ്മുടെ ഗെയിമിലാണെങ്കിൽ FFWS ഈവന്റ് വരുന്നുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇവന്റ് ആണിത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്ന ഇവന്റ് അല്ലേ. ഫ്രീ ആയിട്ട് ഗ്ലൂ വാളിന്റെ സ്കിന്ന് കിട്ടും, ഫ്രീ ആയിട്ട് ബണ്ടിൽ ലഭിക്കുന്നുണ്ട്, പിന്നെ ഫ്രീ ആയിട്ട് ഇമോട്ട് കിട്ടും, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഗണ്ണിന്റെ സ്കിന്ന് കിട്ടും. അപ്പോൾ ഇന്ത്യൻ സർവറിലാണെങ്കിൽ 100% കൺഫേം ആയിരിക്കുകയാണ്, ഒഫീഷ്യലായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഒഫീഷ്യൽ ഫ്രീ ഫയർ ഇല്ല ഗൈസ്, അവിടെ നമുക്ക് എല്ലാവർക്കും ഒഫീഷ്യലായിട്ട് നമുക്ക് ഇവിടെ ട്രെയിലർ കാണാൻ സാധിക്കും. ഈ ഒരു ട്രെയിലറിൽ FFWSനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം FFWSന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ബാങ്കോക്കിലായിരിക്കും. നവംബർ 25-നാണ് പ്ലേയിൻസ്, അതായത് ഇത് സ്റ്റാർട്ട് ആവുന്നത് നവംബർ 25-നായിരിക്കും. നവംബർ 26-നാണെങ്കിൽ ഗ്രാൻഡ് ഫൈനൽ നടക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് റെഡിയും കൂടി ലഭിക്കുന്നത് നമുക്ക് നവംബർ 26-നാണ്. അപ്പോൾ അന്നേ ദിവസം നവംബർ 26-ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഒക്കെ വെക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നത് നവംബർ 26-നാണ്. കാരണം കുറെ പ്ലേയേഴ്സ് ഒക്കെ ഗെയിം കളി സ്റ്റോപ്പ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാനൊക്കെ ഒരു സാധ്യതയാണത്. ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു ഈവന്റും നവംബർ 26-നാണെങ്കിൽ നമുക്ക് 100% കൺഫേം ആയിട്ട് നമുക്ക് റെഡിയും കൂടി ലഭിക്കും. അത് മാത്രമല്ല, ഇത് ചുമ്മാ എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കാൻ പോകുന്ന റെഡിയും കോഡാണ്. എത്ര പേര് ഗെയിം കളിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും റെഡീമും ചെയ്യാൻ സാധിക്കും, റിവാർഡ് എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ FFWSനെ കുറിച്ചൊക്കെ ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നാൽ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വരാൻ പോകുന്ന റെഡിയും കോഡിനെ കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകളൊക്കെ നമ്മൾ ഈ അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ അമർത്തിയേക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ ഗൈസ്.